വന്യജീവി പ്രതിരോധത്തിനായി വനംവകുപ്പ് ഓരോ വർഷവും ലക്ഷങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ യഥാസമയം അറ്റകുറ്റപ്പണി നടത്തി ഇവ സംരക്ഷിക്കുന്നതിന് വനംവകുപ്പ് ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ല. ഉപ്പുതറ പഞ്ചായത്തിലെ മുത്തൻപടിയിൽ 2.5 കിലോമീറ്റർ ദൂരത്തിൽ സെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. കാട്ടാന കൂട്ടമായി ജനവാസ മേഖലയിൽ ഇറങ്ങി തമ്പടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയുടെ വന്യജീവി ശല്യം അതിരൂക്ഷമായ മേഖലകളിൽ ഈ വന്യജീവി മനുഷ്യ സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുത്തമ്പടി എന്ന് പറയപ്പെടുന്ന ഒരു വനമേഖലയാണ്. ഇത് ഞാൻ നിൽക്കുന്ന ഭാഗം വനവും ഇതിനപ്പുറം ജനവാസ മേഖലയെ വേർതിരിക്കുന്ന ഒരു ഫെൻസിങ്ങുമാണുള്ളത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി സ്ഥാപിച്ച ഒരു ഫെൻസിങ്ങാണ്. ഏതാണ്ട് 6 മാസം മാത്രമാണ് ഈ ഫെൻസിങ്ങിൻ്റെ ഒരു പ്രയോജനം നാട്ടുകാർക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. നമുക്ക് കാണാൻ മൊത്തത്തിൽ തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത് മെയിൻ്റനൻസ് ചെയ്യുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ വലിയ ദുരിതമാണ് ഇവിടുത്തെ കർഷകർക്കുണ്ടാകുന്നത്. കാരണം ആനകളും മറ്റ് വന്യജീവികളും അടക്കം ജനവാസ മേഖലയിൽ തമ്പടിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. വലിയ സമരങ്ങൾക്കടക്കം നേതൃത്വം നൽകിയെങ്കിൽ പോലും ഇത്തരത്തിൽ വനം വകുപ്പിൻ്റെ നിസ്സംഗത കൊണ്ട് ഈ പ്രയോജനകരമാകുന്ന പദ്ധതികൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നമ്മുടെ ഇവിടെ നാട്ടുകാരനായിട്ടുള്ള ആളുടെ പേരെങ്ങനെയായിട്ട്? എൻ്റെ പേര് ഷാജി. എന്താ ഇവിടുത്തെ ഒരു സാഹചര്യം? സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ പൊറുതിമുട്ടി ഈ വേനൽക്കാലം ചൂടും എല്ലാം വർദ്ധിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കാട്ടുമൃഗങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള ശല്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി അവർക്കൊന്നും അല്ല, സന്ധ്യയായി കഴിഞ്ഞാൽ ഈ വഴിയൊന്നും നടക്കാൻ പറ്റത്തില്ല. ഇതിലൂടെ അംഗൻവാടി മുതൽ പഠിക്കുന്ന കുട്ടികൾ യാത്ര ചെയ്ത് ഇടുക്കിക്കവലയിൽ നിന്നും ബസ് കയറി നമുക്ക് അവിടെ പോകാനേ ഒരു ഓപ്ഷൻ ഉള്ളൂ. ഇടുക്കിക്കവലയാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ അതിലേക്ക് കയറി പോകുന്നിടത്ത് കുഞ്ഞു കുട്ടികൾ അവരെ കാരണവന്മാരൊക്കെ കൊണ്ടുപോയി വിടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അല്ലെങ്കിലും അവരെ അവിടെ കൊണ്ടുവിടണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ ഫെൻസിങ്ങിൻ്റെ ഒരു നടപടി മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ സംവിധാനങ്ങൾ ചെയ്തുള്ള ജനങ്ങൾക്ക് പ്രയോജനമാകത്തക്ക രീതിക്കുള്ള ഒരു സംവിധാനമാണ് എങ്കിൽ ഇത് 18-ലാണ് ഈ ഫെൻസിങ് ഇടുന്നത്. ഇവിടുന്ന് അന്നത്തെ എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത് 2,460 ആണ്. 2,640 ഫെൻസിങ് ഇത് അളന്നിരിക്കുന്നത്. ഇത് വന്മാവ് ജംഗ്ഷൻ മുതൽ പ്രസാദ് പടി എന്ന് പറയുന്ന അക്കേഷ്യ പ്ലാന്റേഷൻ ഉണ്ട്, അതിൻ്റെ അതിർത്തി വരെയാണ് ഈ ഫെൻസിങ് നിലവിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫെൻസിങ് കിടക്കുന്നതും ഫെൻസിങ് ഉള്ളിടത്തും ഫെൻസിങ് ഇല്ലാത്ത മേഖലയിൽ കൂടെ മുഴുവൻ ആന കയറുന്നു. ഫെൻസിങ് ഒന്നൊരു പ്രശ്നമാണ്. എത്ര നാൾ ഈ ഫെൻസിങ് സ്ഥാപിച്ചതിന് ശേഷം എത്ര നാൾ അതിൻ്റെ ഒരു പ്രയോജനം കിട്ടിയിട്ടുണ്ട്? അതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു 6 മാസം മാക്സിമം പോയ 1 വർഷം. ഈ വ്യാപകമായിട്ട് ഈ ആനകൾ ഈ മേഖലയിൽ കൃഷിയിടങ്ങളിൽ തമ്പടിക്കുന്നു, ഫെൻസിങ് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഇത് ഒന്ന് പരിഹരിക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലേ? പിന്നെ നമ്മൾ പരിഹരിക്കണമെന്ന് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് അത് ഞാൻ ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിക്കുകയും അവരോട് ആവശ്യപ്പെടുകയും അന്നിരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ മാന്യമായിട്ട് PP അനീഷ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഫോറസ്റ്റാണ് കാക്കത്തോളിലിരുന്നത്. ആ സാറും ഞാനും കൂടി ഇവിടം വരെയും സാർ എൻ്റെ കൂടത്തിൽ വരികയും ഇത് നോക്കുകയും ഒരു മാന്യമായി വിലയിരുത്തുകയും 1 ലക്ഷം രൂപ വരെയും പെട്ടെന്നൊരു അനുമതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ ഈ ലിസ്റ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഒരുപാട് വേസ്റ്റായിട്ട് പോയിരിക്കുന്നുണ്ട്. അതിലെ ലിസ്റ്റുകളൊക്കെ കൊടുക്കണം. അപ്പോൾ അതിന് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരാളെ കിട്ടുന്നതിൻ്റെ ഉള്ളൊരു സാങ്കേതിക ബുദ്ധിമുട്ടാണെന്നാണ് അന്ന് പറഞ്ഞത്. നടപടികൾ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ സമരമായിട്ട് പോകും. നടപടികൾ ഉണ്ടായില്ലെങ്കിലും നമ്മൾ സമരമായിട്ട് പോകുന്ന തന്നെയല്ല, അത് ഒരു ദിവസം ഫുള്ളായിട്ട് ആ സമരപരിപാടി അവിടെ നടത്തുകയും ചിലപ്പോൾ നിരാകാര സമരങ്ങളിലേക്ക് വരെയും പോകാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ പറയുന്നത് പോലെ ഒരു കമ്പിവേലി നിൽപ്പുണ്ട് എങ്കിൽ പോലും അത് ലക്ഷങ്ങൾ ചിലവഴിച്ചതാണെങ്കിൽ പോലും അതിൻ്റെ പ്രയോജനം വളരെ കുറച്ച് നാൾ മാത്രമാണ് ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിക്കുന്ന പദ്ധതികൾ പ്രായോഗികമായി നടപ്പിലാക്കി അത് പരിപാലിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് മാത്രമാണ് ഇത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.